ഹായ്. ഇന്നൊരു പണി കിട്ടിയ ദിവസം കേട്ടോ. 52 മണിക്കൂർ വീക്കെൻഡ് റെസ്റ്റൊക്കെ കഴിഞ്ഞിട്ട് ജനറൽ ചെക്കപ്പ് രാവിലെ എടുക്കുമ്പോൾ നമ്മൾ വണ്ടി ചെക്ക് ചെയ്യുമല്ലോ, ഒന്ന് ചെക്കോ ഈ ലോക്കോ ഓക്കെ. കറങ്ങി വണ്ടി നോക്കി അപ്പുറത്തെ ലോക്കിൽ ചെന്നപ്പോഴാണ് അണ്ണന്മാർ ഡീസൽ കൊണ്ടുപോയിട്ടുണ്ട്. കൂട്ടൊക്കെ അടിച്ച് പൊട്ടിച്ച് നൈസായിട്ട് ഡീസലൊക്കെ എടുത്തോണ്ട് പോയിട്ടുണ്ട്. ഡീസൽ ഒരു 10-25 ലിറ്റർ ഡീസൽ, 25% പുറത്ത്, 45% ഡീസൽ. എന്നാലും ഒരു 25 പോയിട്ടുണ്ട്. ഒരു 10-300 ലിറ്റർ ഡീസൽ കൊണ്ടുപോയിട്ടുണ്ട്. അങ്ങനെ ഇപ്പോൾ കമ്പനി ഇൻഫോം ചെയ്ത് പോലീസ് വന്നു. പോലീസ് വന്നിട്ട് എന്ത് ചെയ്യാനാണ്, അവരൊരു പേപ്പറിൽ എഴുതി എത്ര പെർസെൻറ്റേജ് പോയി നമ്മുടെ ഡീറ്റെയിൽ എഴുതി കൊടുത്തു. പണി കഴിഞ്ഞ് അവർ പോയി. കമ്പനി നിങ്ങൾ ക്ലെയിം ചെയ്തോളാൻ, ഇത്രയേ ഉള്ളൂ. ഇതുകൊണ്ടാണ് ഇവിടുത്തെ കള്ളന്മാർ പെരുകി പറഞ്ഞത്. ഞാൻ കുറച്ച് മുമ്പ് ഒരു വീഡിയോ ഇട്ടിട്ട്, ഇവിടുത്തെ കള്ളന്മാർ പെരുകാൻ കാരണം തന്നെ ഈ ഒരൊറ്റ കാര്യം കൊണ്ടാണ്. പോലീസിനൊന്നും ഒരു ഉത്തരവാദിത്വമില്ല. പോലീസിനുള്ള ഉത്തരവാദിത്വം എന്ന് പറയുന്നത് നമ്മളെപ്പോലെയുള്ള ഡ്രൈവർമാരെ പിടിക്കുക, പെറ്റി അടിക്കുക. അത് മാത്രമേ അവർക്ക് ഉത്തരവാദിത്വം. ഒരു സിമ്പിളായിട്ട് വന്നു എഴുതി എടുത്തുകൊണ്ട് അവർ പോയി, പരിപാടി കഴിഞ്ഞു. ഒന്നും ചോദിച്ചതുമില്ല, പറഞ്ഞതുമില്ല. ഡീറ്റെയിൽസ് ചോദിച്ചു, ഡീറ്റെയിൽ എഴുതി കൊടുത്തു. എന്ന് വണ്ടി ഒതുക്കി, എപ്പോൾ വണ്ടി എടുക്കാൻ നിന്നത്, എത്ര ശതമാനം ഡീസൽ ഉണ്ടായിരുന്നു, ഇത്രയും ചോദിച്ച് അവരൊരു പേപ്പറിൽ എഴുതിയിട്ട് കമ്പനിക്ക് മെയിൽ ചെയ്തോളാമെന്നും പറഞ്ഞുകൊണ്ട് അവർ സലാം പറഞ്ഞിട്ട് പോയി. പിന്നെ എങ്ങനെ ഡീസൽ കള്ളന്മാരുണ്ടാകാതിരിക്കുന്നത്? കള്ളന്മാർക്കിതൊരു ഹരം. അവന്മാർ സുഖമായിട്ട് ഇത് തന്നെ പരിപാടി. ആരെങ്കിലും അറിയണം, ആര് പിടിക്കുന്നു? ആരെയും പിടിക്കുന്നില്ല. ഒരു മനുഷ്യനെ പോലെ പിടിച്ച ഒരു ന്യൂസ് പോലും ഇതുവരെ കേട്ടിട്ടില്ല. ഇത്രയേ ഉള്ളൂ, സിമ്പിൾ. അപ്പോൾ ഇതാണ് ഇവിടുത്തെ അവസ്ഥ. അപ്പോൾ ശരി, കാണാം.